ഒരു പൈസ പോലും കയ്യിൽ നിന്നെടുക്കാതെ ഒരു സിനിമ നിർമ്മിക്കാൻ കഴിയുമോ? എന്നാൽ സൗബിൻ ഷാഹിറും കൂട്ടരും അങ്ങനെ ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ബമ്പർ ഹിറ്റായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. പക്ഷേ അതിനു പിന്നിലെ യഥാർത്ഥ തിരക്കഥയാണ് പോലീസ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. ഗുണാക്കെവിലെ ചങ്കടിപ്പേറ്റുന്ന ദൃശ്യങ്ങൾ പോലെയല്ല മഞ്ഞുമൽ ബോയ്സിന്റെ പിന്നാമ്പുറം. പറവ ഫിലിംസിന്റെ ഉടമകൾ ഒരു രൂപ പോലും ഈ സിനിമയ്ക്ക് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ 28,35,00,000 രൂപയാണ് പലരായി ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്. GST അടച്ചതിന്റെ രേഖകളിൽ നിന്നാണ് സിനിമയുടെ ചെലവ് കണക്കാക്കിയത്. 250 കോടിയോളം രൂപ കളക്ട് ചെയ്ത സിനിമയ്ക്ക് ചെലവായത് 18.65 കോടി രൂപ മാത്രമാണെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. മഞ്ഞുമൽ ബോയ്സിന്റെ വിതരണക്കാരായ ബിഗ് ഡ്രീം ഫിലിംസിന്റെ അക്കൗണ്ടിൽ മാത്രം 45 കോടിയിലധികം കളക്ഷൻ കിട്ടിയതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇപ്പോൾ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം നേരിടുന്ന ബിഗ് ഡ്രീം ഫിലിംസ് ഉണ്ട്. അതിന്റെ ഉടമ സുജിത്ത് 11 കോടി രൂപ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാണ സമയത്ത് നൽകിയതായി അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അസ്വാഭാവികമായ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വന്നതോടെയാണ് പോലീസ് റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് EDയും ഇപ്പോൾ ആദായനികുതി വകുപ്പും സൗബിനെ വളഞ്ഞിരിക്കുന്നത്. 40% ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത അരൂർ സ്വദേശി സിറാജ് ഹമീദിൽ നിന്ന് 7 കോടി രൂപ വഞ്ചിച്ച കേസാണ് സൗബിന്റെയും പറവ ഫിലിംസിന്റെയും വലിയ നികുതി വെട്ടിപ്പ് പുറത്തെത്തിച്ചത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.